ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ മുടി തളച്ച് വളരാനും താനില്ലാതാവാനും മുടിക്ക് നല്ല കറുപ്പൊക്കെ നൽകാനുള്ള എണ്ണയുടെ കൂട്ടാണ്. അതും വെറും ഒരു എണ്ണ മാത്രമല്ല, വളരെയേറെ പോഷകമൂല്യമുള്ളതും വൈറ്റമിനുകളുടെ കലവറയുമായ കറ്റാർവാഴയുടെയും കേശ സംരക്ഷണത്തിന് ഏറ്റവും ഫലപ്രദമായ ഔഷധവുമായ കയ്യോന്നി ഉപയോഗിച്ചിട്ടുള്ള എണ്ണയുടെ കൂട്ടാണ്. ഇപ്പം ഒട്ടുമിക്ക ആളുകളുടെയും പ്രോബ്ലം മുടി കൊഴിച്ചിൽ, അകാലനിര, താരൻ എന്നിവയൊക്കെയാണ്. നമ്മുടെ ഈ ഒരു എണ്ണ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒക്കെ ഇല്ലാതാക്കാൻ കഴിയും ചെയ്യും. പിന്നെ ചില ആളുകൾക്ക് അതിൻ്റെ എഫക്റ്റ് ചിലപ്പം പെട്ടെന്ന് തന്നെ കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾ അവരുടെ ഹീമോഗ്ലോബിനും അതുപോലെ തന്നെ തൈറോയിഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോർമൽ ആണോ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുന്നതും കൂടെ നല്ലതാണ്. ഇനി എങ്ങനെയാണ് എണ്ണക്കൂട്ട് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഇതിൽ നിന്നൊന്ന് കറ്റാർവാഴ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കത്തി കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ടോ ഒന്ന് പൊട്ടിച്ചെടുക്കുക, എന്തെങ്കിലും ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കത്തി കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിന്നൊരു കറ വരും, ഒരു യെല്ലോ കളറിലുള്ളൊരു കറയാണ് വരിക. അപ്പോൾ അത് നമ്മുടെ കയ്യിലോ ഒക്കെ തട്ടിയാൽ ചൊറിച്ചിലൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവും അതിൻ്റെ ആ ഒരു കറ തട്ടിയാൽ. അപ്പോൾ നമുക്ക് എണ്ണ കാച്ചുന്നതിന് മുമ്പ് ഈ ഒരു കറ കളഞ്ഞെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ പേപ്പറിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു കറ കളഞ്ഞെടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ഇതിന് ഉറ്റുന്ന ഈ ഒരു മഞ്ഞ കളറിലാണ് കറ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 4-5 പീസ് വേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് ഇതിൻ്റെ കറ കളഞ്ഞെടുക്കുക. ഇനി അടുത്തതായിട്ട് വേണ്ടത് കയ്യോന്നിയാണ്. കയ്യോന്നി അല്ലെങ്കിൽ കഞ്ഞുണ്ണി, അതും അല്ലെങ്കിൽ വൃങ്കരാജ്, അങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓരോ പ്ലേസിലും ഓരോ പേരാണ് ഇതിന്. ഇത് പൊതുവായിട്ട് കാണാറ് പാടത്ത് അതുപോലെ ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് പൊതുവായിട്ട് കാണാറുള്ളത്. നമ്മളിപ്പോൾ വീട്ടിലൊരു 2 തൈ കൊടുന്ന് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഴിച്ചിട്ട് അതിൽ പൂവൊക്കെ വിരിഞ്ഞ് അത് കുറച്ച് കഴിയുമ്പോൾ വിത്തൊക്കെ ആയിട്ട് ഇത് കണ്ടില്ല, ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറിലുള്ളതാണ് ഇതിൻ്റെ സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിത്ത് തെറിച്ചിട്ടാണ് നമുക്ക് ഇത്രയും അധികം തൈകൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 1-2 തൈ കൊടുന്ന് കുഴിച്ചിട്ടാൽ നമുക്ക് ഒരുപാടെണ്ണം നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിക്കോളും. ഏകദേശം ഞാൻ കറ പോകാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ല, ആ ഒരു പേപ്പറിൽ മൊത്തം അതിൻ്റെ കറ വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഇത് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചുന്നതിന് മുമ്പേ ഇതുപോലെ കറ്റാർവാഴയുടെ കറൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കണ്ടില്ലേ, നന്നായിട്ട് കറ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 പീസ് കറ്റാർവാഴയാണ് എടുത്തിട്ട്, നല്ല ഫ്ലഷി ആയിട്ടുള്ള കറ്റാർവാഴയാണ് എടുത്തിട്ടുള്ള. അപ്പോൾ അത്യാവശ്യം നല്ല ജ്യൂസിനെ നമുക്ക് ഇതിന്ന് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണയും അതിലേക്ക് 1/2 ലിറ്റർ കറ്റാർവാഴയുടെ ജ്യൂസുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടും സെയിം അളവിൽ തന്നെ എടുക്കുക. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് മിക്സിയിലൊക്കെ അരച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതാ ഞാൻ മൊത്തം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്ററോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ ആട്ടി എടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ഗ്ലാസ്സോളം വൃങ്കരാജിൻ്റെ നീര് വേണം. അപ്പോൾ അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിതിന് നീരെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/2 ലിറ്ററോളം കറ്റാർവാഴയുടെ ജ്യൂസും വേണം. ഫസ്റ്റ് നമുക്ക് കറ്റാർവാഴ ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്താൽ മതി, നല്ല ജ്യൂസായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ കറ്റാർവാഴ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതും ഒരു 1/2 ലിറ്ററോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും സെയിം അളവിൽ തന്നെ എടുക്കുക, വെളിച്ചെണ്ണയും കറ്റാർവാഴ ജ്യൂസും. ഇനി കഞ്ഞുണ്ണിയും ഞാൻ മിക്സിയിലിട്ടിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ അമ്മിക്കല്ലിലൊക്കെ വെച്ചിട്ട് കുത്തി പിഴിഞ്ഞിട്ട് എടുക്കാൻ കഴിയുന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പിഴിഞ്ഞെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിൽ തന്നെ ഇട്ടിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. പിന്നെ ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. നമുക്കിത് അടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല നീര് ഇതിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ കഞ്ഞുണ്ണി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇങ്ങനെ അരച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ആഡ് ചെയ്യരുത് കേട്ടോ. വെള്ളം ആഡ് ചെയ്യാതെ തന്നെ നമുക്കതൊന്ന് നീരെടുക്കും. കുറച്ച് ടൈം എടുത്ത് അരച്ചാൽ മാത്രം മതി. കണ്ടില്ലേ, ഇപ്പോൾ പിഴിയുമ്പോൾ തന്നെ അതൊന്ന് നീര് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഇങ്ങ് പിഴിഞ്ഞെടുക്കുക. ഇനിയിപ്പോൾ കയ്യിൽ നിന്ന് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിലേക്ക് വേസ്റ്റ് വീണാലൊന്നും കുഴപ്പമില്ല. ലാസ്റ്റ് നമ്മൾ എണ്ണ കാച്ചിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കും എല്ലാതും കൂടെ. അപ്പോൾ ആ വേസ്റ്റൊക്കെ പൊയ്ക്കോളും. പിന്നെ കഞ്ഞുണ്ണി കിട്ടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കറ്റാർവാഴ മാത്രം യൂസ് ചെയ്തിട്ടും ഈ എണ്ണ കാച്ചിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല എഫക്റ്റീവ് തന്നെയാണ് അത് മാത്രമായാലും. ഇപ്പോൾ ഇതാ ഞാൻ മൊത്തമായിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറിലുള്ള നീര കിട്ടിയിട്ടുള്ള 1/2 ഗ്ലാസ്സോളം കിട്ടിയിട്ടുണ്ട്. പേസ്റ്റുമാണ് അത്.
അപ്പോൾ ഞാൻ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഇവിടെ ഓടിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ വെച്ചിട്ടാണ് ഞാൻ എണ്ണ കാച്ചിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ലിറ്റർ വെളിച്ചെണ്ണ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യട്ടോ, അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞത്. പിന്നെ അതിലേക്ക് ഞാൻ 1/2 ലിറ്ററോളം തന്നെ കറ്റാർവാഴയുടെ ജ്യൂസ്, നമ്മൾ നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കഞ്ഞുണ്ണിയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 ഗ്ലാസ്സോളം കഞ്ഞുണ്ണിയുടെ നീരുണ്ട്. നല്ല എഫക്റ്റീവാണ് കഞ്ഞുണ്ണിയുടെ നീര്. കണ്ടില്ല, അതിൻ്റെ ആ ബ്ലാക്ക് കളർ തന്നെ നമ്മളെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നുള്ളതിന് ഉറപ്പാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, എണ്ണ കാച്ചി എടുത്താൽ മതി. ഫുൾ ഫ്ലെയിമിലൊന്നും വെച്ചോ വരുതേ. അങ്ങനെ ഫുൾ ഫ്ലെയിമിലൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചൊരു വേസ്റ്റൊക്കെ വരുന്നുണ്ടല്ലോ, അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞിട്ട് പോകും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു എണ്ണ കാച്ചിയതിൻ്റെ അളവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ എണ്ണ കാച്ചിയതിൻ്റെ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് കഞ്ഞുണ്ണിയുടെ ഇല മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ എന്താ വെച്ചാൽ നമ്മൾ എണ്ണ കാച്ചി ആ ലാസ്റ്റ് ആവുന്ന ടൈമിൽ ഈ ഇലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ട് വരും. അപ്പോൾ നമുക്ക് ആ ഇല എടുത്തിട്ട് എന്ത് ചെയ്യാൻ മതി, ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, നല്ലതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ എണ്ണ ആ ഒരു പാകം അളവിലായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കഞ്ഞുണ്ണിയുടെ ഇല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും പിടിക്കും കേട്ടോ നമ്മുടെ ഈ എണ്ണ ഒന്ന് മൂപ്പായിട്ട് വരാൻ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എണ്ണ യൂസ് ചെയ്യുമ്പോൾ 1 മണിക്കൂറെങ്കിലും തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. മിനിമം ഒരു 30 മിനിറ്റെങ്കിലും വെക്കണേ. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് നന്നായിട്ട് നമ്മളെ മുടിയിൽ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അകാലം നേരെ വരുന്നത്. ഇപ്പോൾ വയസ്സാവാതെ തന്നെ ചില ആളുകളുടെ മുടി പെട്ടെന്ന് തന്നെ നരക്കണത് കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ തലയിൽ താരനുള്ള ആളുകൾക്ക്, മുടി നന്നായിട്ട് കറക്കാനും ഒക്കെ അത് നല്ല യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ എണ്ണ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റിലുള്ള പതൊക്കെ അമർന്നിട്ട് ഇങ്ങനെ താന്ന് വന്നത് കണ്ടില്ലേ. പിന്നെ നമുക്ക് ഈ ഒരു എണ്ണ എങ്ങനെ കിട്ടേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണല്ലോ ഇതിൽ വെച്ചത്. അപ്പോൾ ആ ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണൻ്റെ അളവിൽ തന്നെ നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ വറ്റിയിട്ട് പോകണമെന്നാണ്. കണ്ടില്ലേ, ഇപ്പോൾ അപ്പോൾ അതൊക്കെ അടങ്ങിയിട്ട് നന്നായിട്ട് തിളച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ആ ഇല എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ എണ്ണ മൂപ്പായി വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ മുകളിൽ പൊങ്ങി വന്നിട്ടുള്ളത് കറ്റാർവാഴയുടെ വേസ്റ്റും ആ ഇലയൊക്കെയാണ്. അപ്പോൾ ഏകദേശം നല്ലതായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം അതിൻ്റെ മുകളിൽ നിന്ന്. നല്ല ചൂടാണ്. അപ്പോൾ ഇപ്പം ഒന്ന് കണ്ടില്ല, നല്ലതായിട്ട് പൊടിഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിത് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ അരിച്ചെടുക്കുകയാണ് നല്ലത്. ഇതുപോലെ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അതിൽ ആ വേസ്റ്റിലൊക്കെ ഉള്ള എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴേക്ക് ഉറ്റി പോകാനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ കമ്പിൻ്റെ അരിപ്പ മാത്രം യൂസ് ചെയ്യുക കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഉരുകി പോകണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഉരുകി പോവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒരു കമ്പിൻ്റെ അരിപ്പയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കയ്യിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടോ ഒക്കെ ഇതിലുള്ള ആ ഒരു വേസ്റ്റിലുള്ള എണ്ണ മൊത്തം നമുക്ക് എടുക്കണം. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ കഞ്ഞുണ്ണി കറ്റാർവാഴ എണ്ണ റെഡി ആയിട്ടുണ്ട്. നല്ല എഫക്റ്റീവാണ്. അകാലം നേരം ഇല്ലാതാവാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും താരനില്ലാഞ്ഞാനൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എണ്ണയും കൂടെയാണ്. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം. അല്ലാതെ പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്താനും പാടില്ല. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കാണില്ല. പിന്നെ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെല്ലെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഞാൻ നമ്മളുടെ കാച്ചിയ എണ്ണ ഒരു ബോട്ടിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ ഏകദേശം 600 ml വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ എടുത്ത വെളിച്ചെണ്ണേൻ്റെ ബോട്ടിൽ പറഞ്ഞത് ഒരു 500 ml ആണ്. അപ്പോൾ ആ ഒരു കുറച്ച് കുറവാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ കറക്റ്റ് ലെവൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. അതാണ് അതിൻ്റെ ആ ഒരു ലെവൽ എന്ന് പറഞ്ഞത്. കണ്ടില്ലേ, നമ്മുടെ വെളിച്ചെണ്ണയുടെ കളർ നല്ല പച്ച കളറാണ്, നല്ല എഫക്റ്റീവാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെ ന്യൂ വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ആൻഡ് താങ്ക് യു.